Hey folks, welcome to the moon. Hopes you're all doing good. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അഖിൽ എന്നാർഡി, പ്രശസ്ത ബ്ലോഗറും ഇപ്പോൾ പുതിയ പാട്ടൊക്കെ ഇറങ്ങിയ പുള്ളിയുടെ സെലിബ്രിറ്റിയൊക്കെ ആയിട്ടുള്ള അതുൽ എന്നാർഡിയുടെ ഭാര്യ മേഘ ഒളിച്ചോടിയിരിക്കുകയാണ്. പുള്ളിക്കാരി പഠിക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ നിന്ന് കണ്ടു പരിചയപ്പെട്ട ഏതോ ഒരു കണ്ടക്ടറെ കൂടെയോ ബസ്സിലെ ക്ലീനറെ കൂടെയോ അങ്ങനെ ഏതാണ്ട് ഒരു ആളുടെ കൂടെ. എന്തല്ലേ അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ? ഒരു പൊട്ടാക്കി ഇറങ്ങി അതാണ് കിട്ടുന്നതിലെ പൊട്ട് ചെയ്ത് നാട്ടുകാരൊക്കെ അടിച്ച് കൊടുത്ത് വിഷമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ എന്താ ടൈമിങ്, കറക്റ്റ് ടൈമിങ്. അതിന് സാധാരണ എന്താണെന്ന് വെച്ചാൽ എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ അറിയാൻ പാടില്ലായിട്ട് ഇരിക്കുകയാണ്. വല്ലവൻ്റെയും ഭാര്യയായാലും കാര്യങ്ങളും എവിടെയെങ്കിലും ഒളിച്ചോടി പോയെന്ന് വെച്ചിട്ട് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാണ് അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ എടുത്തില്ല. വേറെ കാര്യം എന്താ നിൻ്റെയൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോടാ ഒരു പണിയുമില്ല, ഒരു ജോബും ഇല്ല. വല്ലവൻ്റെ ഭാര്യ വിളിച്ചോടിയതും പ്രഗ്നൻ്റ് ആയതും എവിടെയുണ്ടോ അഭിഹിതം അപരാധം അതൊക്കെ അറിയണം. അതൊക്കെ കേട്ടിങ്ങനെ സുഖിക്കണമെന്നൊക്കെ വല്ലാതൊരു മൈൻഡ് സെറ്റ് തന്നെ. കഷ്ടം തന്നെയാണോ വേങ്ങളൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോൾ നോക്ക് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. വൈഫ് വിളിച്ചോടി പോയി പോട്ടെ, പോണ്ടവരാണെങ്കിൽ പോകും. ഒരുമിച്ച് ഇപ്പം നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആകും. അതേ ഉള്ളൂ. പുള്ളിക്കാരി ചെയ്തത് എനിക്ക് തരണം, അത് വേറെ കാര്യം. എങ്കിൽ കൂടി ഇതൊന്നും അറിയാഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഇത്ര സമാധാനമില്ലാതൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. സോ പതറ്റിക്. ഹേ ഫോക്സ്, വെൽക്കം ടു ദ മൂൺ. ഹോപ്സ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അഖിൽ എന്നാർഡി, പ്രശസ്ത ബ്ലോഗറും ഇപ്പോൾ പുതിയ പാട്ടൊക്കെ ഇറങ്ങിയ പുള്ളിയുടെ സെലിബ്രിറ്റിയൊക്കെ ആയിട്ടുള്ള അതുൽ എന്നാർഡിയുടെ ഭാര്യ മേഘ ഒളിച്ചോടിയിരിക്കുകയാണ്. പുള്ളിക്കാരി പഠിക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ നിന്ന് കണ്ടു പരിചയപ്പെട്ട ഏതോ ഒരു കണ്ടക്ടറെ കൂടെയോ ബസ്സിലെ ക്ലീനറെ കൂടെയോ അങ്ങനെ ഏതാണ്ട് ഒരു ആളുടെ കൂടെ. എന്തല്ലേ അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ? ഒരു പൊട്ടാക്കി ഇറങ്ങി അതാണ് കിട്ടുന്നതിലെ പൊട്ട് ചെയ്ത് നാട്ടുകാരൊക്കെ അടിച്ച് കൊടുത്ത് വിഷമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ എന്താ ടൈമിങ്, കറക്റ്റ് ടൈമിങ്. അതിന് സാധാരണ എന്താണെന്ന് വെച്ചാൽ എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ അറിയാൻ പാടില്ലായിട്ട് ഇരിക്കുകയാണ്. വല്ലവൻ്റെയും ഭാര്യയായാലും കാര്യങ്ങളും എവിടെയെങ്കിലും ഒളിച്ചോടി പോയെന്ന് വെച്ചിട്ട് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാണ് അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ എടുത്തില്ല. വേറെ കാര്യം എന്താ നിൻ്റെയൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോടാ ഒരു പണിയുമില്ല, ഒരു ജോബും ഇല്ല. വല്ലവൻ്റെ ഭാര്യ വിളിച്ചോടിയതും പ്രഗ്നൻ്റ് ആയതും എവിടെയുണ്ടോ അഭിഹിതം അപരാധം അതൊക്കെ അറിയണം. അതൊക്കെ കേട്ടിങ്ങനെ സുഖിക്കണമെന്നൊക്കെ വല്ലാതൊരു മൈൻഡ് സെറ്റ് തന്നെ. കഷ്ടം തന്നെയാണോ വേങ്ങളൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോൾ നോക്ക് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. വൈഫ് വിളിച്ചോടി പോയി പോട്ടെ, പോണ്ടവരാണെങ്കിൽ പോകും. ഒരുമിച്ച് ഇപ്പം നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആകും. അതേ ഉള്ളൂ. പുള്ളിക്കാരി ചെയ്തത് എനിക്ക് തരണം, അത് വേറെ കാര്യം. എങ്കിൽ കൂടി ഇതൊന്നും അറിയാഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഇത്ര സമാധാനമില്ലാതൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. സോ പതറ്റിക്. ഹേ ഫോക്സ്, വെൽക്കം ടു ദ മൂൺ. ഹോപ്സ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അഖിൽ എന്നാർഡി, പ്രശസ്ത ബ്ലോഗറും ഇപ്പോൾ പുതിയ പാട്ടൊക്കെ ഇറങ്ങിയ പുള്ളിയുടെ സെലിബ്രിറ്റിയൊക്കെ ആയിട്ടുള്ള അതുൽ എന്നാർഡിയുടെ ഭാര്യ മേഘ ഒളിച്ചോടിയിരിക്കുകയാണ്. പുള്ളിക്കാരി പഠിക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ നിന്ന് കണ്ടു പരിചയപ്പെട്ട ഏതോ ഒരു കണ്ടക്ടറെ കൂടെയോ ബസ്സിലെ ക്ലീനറെ കൂടെയോ അങ്ങനെ ഏതാണ്ട് ഒരു ആളുടെ കൂടെ. എന്തല്ലേ അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ? ഒരു പൊട്ടാക്കി ഇറങ്ങി അതാണ് കിട്ടുന്നതിലെ പൊട്ട് ചെയ്ത് നാട്ടുകാരൊക്കെ അടിച്ച് കൊടുത്ത് വിഷമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ എന്താ ടൈമിങ്, കറക്റ്റ് ടൈമിങ്. അതിന് സാധാരണ എന്താണെന്ന് വെച്ചാൽ എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ അറിയാൻ പാടില്ലായിട്ട് ഇരിക്കുകയാണ്. വല്ലവൻ്റെയും ഭാര്യയായാലും കാര്യങ്ങളും എവിടെയെങ്കിലും ഒളിച്ചോടി പോയെന്ന് വെച്ചിട്ട് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാണ് അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ എടുത്തില്ല. വേറെ കാര്യം എന്താ നിൻ്റെയൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോടാ ഒരു പണിയുമില്ല, ഒരു ജോബും ഇല്ല. വല്ലവൻ്റെ ഭാര്യ വിളിച്ചോടിയതും പ്രഗ്നൻ്റ് ആയതും എവിടെയുണ്ടോ അഭിഹിതം അപരാധം അതൊക്കെ അറിയണം. അതൊക്കെ കേട്ടിങ്ങനെ സുഖിക്കണമെന്നൊക്കെ വല്ലാതൊരു മൈൻഡ് സെറ്റ് തന്നെ. കഷ്ടം തന്നെയാണോ വേങ്ങളൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോൾ നോക്ക് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. വൈഫ് വിളിച്ചോടി പോയി പോട്ടെ, പോണ്ടവരാണെങ്കിൽ പോകും. ഒരുമിച്ച് ഇപ്പം നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആകും. അതേ ഉള്ളൂ. പുള്ളിക്കാരി ചെയ്തത് എനിക്ക് തരണം, അത് വേറെ കാര്യം. എങ്കിൽ കൂടി ഇതൊന്നും അറിയാഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഇത്ര സമാധാനമില്ലാതൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. സോ പതറ്റിക്. നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ അറിയാൻ പാടില്ലായിട്ട് ഇരിക്കുകയാണ്. വല്ലവൻ്റെയും ഭാര്യയായാലും കാര്യങ്ങളും എവിടെയെങ്കിലും ഒളിച്ചോടി പോയെന്ന് വെച്ചിട്ട് നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാണ് അഖിൽ എന്നാർഡി വൈഫ് ഇഷ്യൂ. അങ്ങനെ അല്ലാണ്ട് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ എടുത്തില്ല. വേറെ കാര്യം എന്താ നിൻ്റെയൊക്കെ അവസ്ഥ? വല്ല പണിക്കുമ്പോടാ ഒരു പണിയുമില്ല, ഒരു ജോബും ഇല്ല. വല്ലവൻ്റെ ഭാര്യ വിളിച്ചോടിയതും പ്രഗ്നൻ്റ് ആയതും എവിടെയുണ്ടോ അഭിഹിതം അപരാധം അതൊക്കെ അറിയണം.
അതൊക്കെ കേട്ടിങ്ങനെ സുഖിക്കണമെന്നൊക്കെ വല്ലാതൊരു മൈൻഡ് സെറ്റ് തന്നെ. കഷ്ടം തന്നെയാണോ വീങ്ങളൊക്കെ അവസ്ഥ. വല്ല പണിക്കുമ്പോൾ നോക്ക്. നേരെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക, അഖിലങ്ങാടി വൈഫ് ഇഷ്യൂ. വൈഫ് ഒളിച്ചോടി പോയി, പോട്ടെ. പോണ്ടവരാണെങ്കിൽ പോകും, ഒരുമിച്ച് ഇപ്പം നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആവും, അതേ ഉള്ളൂ. പുള്ളിക്കാരെ ചെയ്തത് എനിക്ക് തരണം, അത് വേറെ കാര്യം. എങ്കിൽ കൂടി ഇതൊന്നും അറിയാഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഇത്ര സമാധാനമില്ലാതൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. അത് സോ പതറ്റിക്.